ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്നും അപ്പോൾ നമ്മളെ ഫിയറൻറ്റീന ക്ലബിൻ്റെ നോമ്പ് തുറയാണ്. എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ്. ഈ വർഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാ വർഷവും നമ്മളെ പറ്റിച്ചിട്ട് ഒറ്റക്കാണ് ഉണ്ടാക്കൽ. ചെറുക്കന്മാർ മാത്രം, പിന്നെ അവിടെയുള്ള പെണ്ണുങ്ങൾ മാത്രം. പക്ഷേ എല്ലാ ഫാമിലിനോടും ചെല്ലാൻ പറഞ്ഞേക്കണു. അപ്പോൾ ഞങ്ങളിതാ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ പോവും. ഇപ്പോൾ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വരും എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞമ്മടെ റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഫുൾ നോമ്പറ വീഡിയോ കാണാം കേട്ടോ. നിഷാദ് വന്ന് ഫുള്ള് വീഡിയോ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ നോമ്പറക്കാൻ നേരത്താണ് എത്തിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നിഷാ വന്ന് ഫുള്ള് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് തന്നു. ഞാൻ വെറുതെ ആളാവാൻ വേണ്ടിയിട്ട് ടേബിൾ നിരത്താനും നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ഞാനും ഉണ്ടാവും നിങ്ങളപ്പം എന്നൊക്കെ പറഞ്ഞ് മെയിനായിരുന്നുണ്ടോ. ഞാൻ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിലെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ പറയണം ഏതൊക്കെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ വർഷവും ക്ലബിൻ്റെ വക നടത്തി വരുന്ന ഒരു സമൂഹ നോമ്പ് തുറയുണ്ടത്. ഫാമിലി ഒന്നും അധികം ഉണ്ടാവലില്ല. പ്രാവശ്യം അതുകൊണ്ട് കേട്ടോ. എന്തായാലും അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ അവർക്ക് പറ്റട്ടെ ഇൻഷാ അല്ലാ. തുടക്കത്തിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ നോമ്പ് തുറയായിട്ട് അങ്ങനെ തുടങ്ങിയപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇത്രയും ഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഇനി അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും നമ്മളെ ക്ലബ്ബും ക്ലബിലുള്ള അംഗങ്ങളും ആണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ചെറുക്കന്മാരും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ ഉള്ളൂ ഇതേപോലുള്ള പരിപാടികൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ചെറുക്കന്മാരും ക്ലബിലുള്ള അംഗങ്ങളും മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാവരും. ഇനി പേജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരു ഭാഗത്തിരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഫുൾ സജീവമായിട്ട് എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കോട്ടപ്പാട് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നോമ്പ് തുറ. എല്ലാ കൊല്ലം ഇവിടെ തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണോ നോമ്പറക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇതിന് മുൻപ് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം എന്തായാലും മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്തായാലും ഫാമിലിക്കും വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പുറപ്പെട്ടു കേട്ടോ. ഫുഡ് പുറത്തുനിന്ന് ഇങ്ങനെ വെച്ച് വാങ്ങിക്കാണ്. നമ്മളെ ഷൗക്കത്താക്കാൻ്റെ ബിരിയാണി ആയിരുന്നുണ്ടോ. പിന്നെ ഫ്രൂട്ട്സ്, എണ്ണക്കടി, ചായ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ഫുഡൊക്കെ ആ ഒരു ടൈമിൽ തന്നെ വിളമ്പി വെച്ചിരുന്നുണ്ട്. അതായത് ബിരിയാണി നമ്മൾ കൈക്കാള ഫുഡ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ മുന്നിൽ വിളമ്പി വെച്ചിരുന്നുണ്ടോ. അത് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. പെട്ടെന്ന് എല്ലാവരും തീർക്കാൻ പറ്റുമല്ലോ. പിന്നെ എന്താ ബിരിയാണി ദമ്മ് പൊട്ടിച്ച് വിളമ്പണ പരിപാടിയിലാണ്. ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഷൗക്കത്താക്കാൻ്റെ ബിരിയാണി കഴിച്ചോൽക്ക് അറിയുണ്ടാവും അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം. ഇപ്പോൾ ഈ ഒരു സൗണ്ട് കൊടുക്കുന്ന ടൈമിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബിരിയാണിൻ്റെ സ്മെല്ല് പോയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫോൺ ഇവിടെ ആയിരുന്നല്ലോ. പിന്നെ ഇതാ ഈ കൂട്ടത്തിൽ ഞാനും സാജി ഉണ്ട് കേട്ടോ. അവിടുന്ന് ഞാനും സാജി മാത്രമേ ഉള്ളൂ. പിന്നെ അത് അനുമോനും ടീമും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്ന ടൈമിൽ ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നു ലേഡീസ് ഒരുപാട് ഉണ്ടാവൂലേ, ഞങ്ങൾ ഫാമിലി ഞങ്ങൾ മാത്രമാവോ എന്നുള്ളത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ മാറിയിട്ട് ഫുള്ള് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനമായി. ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊണ്ടോ. ഈ ഒരു ലൈറ്റിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റിയത് ഒന്നുകൂടി ഇരുട്ടായപ്പോഴാണോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ആ കാലിയായ ചെയറിലൊക്കെ ആൾക്കാർ ഫില്ലായിരിക്കുമ്പോൾ അതൊരു ഭംഗി തന്നെയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒപ്പം ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് തികയാത്തൊരു പ്രശ്നമോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ സീറ്റ് ഇല്ലാത്ത പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാവരും കറക്റ്റ് അറേഞ്ച് ചെയ്ത് ഇരുത്താൻ പറ്റി. പിന്നെ ഒരുപാട് സീറ്റുകൾ ബാക്കിയായിരുന്നു. നമ്മളെ ക്ലബിൻ്റെ അംഗങ്ങളായാലും ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ആൾക്കാരാണെങ്കിലും ആ ഒരു ടൈമിൽ ഓലെ കാര്യം നോക്കി ഇരിക്കാതെ മറ്റുള്ള കാര്യം നോക്കി ആ ഒരു ടൈമിലും എല്ലാവർക്കും ഐറ്റംസ് എത്തിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഓരോ ടേബിളിലും ഫുഡ് ഉണ്ടോ, എന്താണ് കുറവ് എന്നുള്ളത് ഓടി ഓടി നോക്കി എല്ലായിടത്തേക്കും എല്ലാതും എത്തിക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇപ്രാവശ്യത്തെ നോമ്പുതറയിൽ കൂടാൻ പറ്റിയില്ല. നല്ല സന്തോഷമുണ്ട്. ഈ ഒരു നോമ്പുതറയും അടിപൊളിയായിട്ട് നല്ല റാഹത്തായിട്ട് തന്നെ നടത്താൻ പറ്റി. അൽഹംദുലില്ലാ. അടുത്ത നോമ്പുതറയും നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് തന്നെ നടത്തണം. നോമ്പുതറയൊക്കെ കഴിഞ്ഞ് പതിപോലെ തന്നെ നമ്മൾ രാത്രി ഒന്ന് പുറത്തിറങ്ങിക്കൊണ്ട് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് സമതം സാജിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാനിപ്പൂരി പോയി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൈറ്റാണോ ഈ ഒരു പാനിപ്പൂരി. ഇപ്പോൾ 2 പ്രാവശ്യമായി ഞാൻ പോയി കഴിക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം.